ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി കൊണ്ടുള്ള വട്ടയപ്പത്തിൻ്റെയാണ്. സാധാരണ നമ്മൾ വട്ടയപ്പമൊക്കെ തയ്യാറാക്കുന്നത് പഞ്ചസാര വെച്ചിട്ടല്ലേ. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് ശർക്കര ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പഞ്ഞി പോലത്തെ ഈ ഒരു വട്ടയപ്പം റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് ഇഡ്ഡലി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നില്ല, നമുക്കിതിന് പകരമായിട്ട് പച്ചരി എടുക്കാം. പച്ചരി എടുക്കുമ്പോൾ നല്ല ഇനം പച്ചരി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, അപ്പോഴാണ് നമുക്ക് വട്ടയപ്പം നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ അരി നല്ലപോലെ കഴുകിയ ശേഷം കുതിരാനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. 2 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. പച്ചരിയാണ് എടുക്കണതെങ്കിൽ 3-4 മണിക്കൂർ നേരം കുതിരാനായിട്ട് ഇട്ട് വെക്കണം. ഞാൻ അരിയൊക്കെ കുതിരാനായിട്ട് ഇട്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അരിയൊക്കെ ഇവിടെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് നിറച്ചും തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. ഇതിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മാവില്ലേ, ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത ശേഷം നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കും. നമ്മുടെ ഈ ഒരു വട്ടയപ്പം സോഫ്റ്റായി കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മാവ് കുറുക്കിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് ചോറ് ചേർത്താലും മതി. ഞങ്ങളിതിനെ കപ്പി കാച്ചാന്നാണ് കേട്ടോ പറയാറ്. ഇതിവിടെ കുറുക്കി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വട്ടയപ്പത്തിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ 4 ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്കിത് അലിയിപ്പിച്ചെടുക്കാം. പെട്ടെന്നാവാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇടയ്ക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം. നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് അമൃതം പൊടിയാണ്. നമ്മൾ നേരത്തെ അരിയും തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് 3/4 കപ്പ് അമൃതം പൊടി ചേർക്കാം. കൂടെ തന്നെ നമ്മളിപ്പോൾ കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സില്ലേ, അതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് ചോറും ചേർക്കാം കേട്ടോ. ചോറാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് ചോറ് ചേർത്തോളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയിലെ, അത് നല്ലപോലെ തണുത്ത ശേഷം അരിച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർക്കാം. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മുടെ മാവ് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത്രയും തിക്കായിട്ടുള്ളൊരു മാവല്ല വേണ്ടത്. ദോശമാവിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിത് ലൂസാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കണ അരി അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കണ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരാം. ഈ ഒരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഫെർമെൻ്റ് ആവാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നല്ല ടൈറ്റായിട്ട് മൂടി വെക്കരുത്. കണ്ടോ, ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പുള്ള അടപ്പ് വെച്ചിട്ട് വേണം കേട്ടോ മൂടി വയ്ക്കാനായിട്ട്. 5-6 മണിക്കൂർ സമയം എടുക്കും കേട്ടോ ഇത് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇതിൽ വെച്ച് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതുപോലെ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫെർമെൻ്റായി കിട്ടും. എനിക്കിത് ഫെർമെൻ്റായി കിട്ടാനായിട്ട് 5 മണിക്കൂറാണ് കേട്ടോ സമയം എടുത്തത്. കണ്ടോ, നമ്മുടെ മാവൊക്കെ ഇപ്പോൾ നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഫോഴ്സിൽ ചെയ്യരുത്, പതുക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റും കൂടെ ഈ ഒരു മാവ് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വട്ടയപ്പം റെഡിയാക്കാനായിട്ടുള്ള ഒരു പ്ലേറ്റ് എടുക്കാം. ഞാൻ സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വട്ടയപ്പം റെഡിയായി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഈ മാവ് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലേറ്റിൻ്റെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, പകുതി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു അളവിൽ നമ്മൾ മാവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 2 വട്ടയപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുക. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പാണ് കേട്ടോ കിട്ടുക. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.
ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കണത്. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ പ്ലേറ്റ് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്തോന്നറിയാനായിട്ട് ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിവിടെ ക്ലിയറായി വന്നിട്ടുണ്ട്, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ ഈ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 15 മിനിറ്റാണ് കേട്ടോ സമയമെടുത്തത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും. ചൂടോടെ ഇങ്ങനെ ആക്കി കൊടുക്കരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്കോ നമ്മുടെ കയ്യിലേക്കോ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വിട്ടുവരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതും. നമ്മൾ ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണല്ലോ. ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ ഈസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരുപാട് പഴയതാവരുത്. അങ്ങനെ ആകുമ്പോഴും നമുക്ക് വട്ടയപ്പം നന്നായിട്ട് കിട്ടില്ല. സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുക അരി വെച്ചിട്ട് മാത്രമല്ലേ, അതിൻ്റെ കൂടെ കുറച്ച് അമൃതം പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വട്ടയപ്പം തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്